ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ODI സീരീസും അവസാനിച്ചല്ലോ. ഇനി നാളെ മുതൽ T20 അംഗം ആരംഭിക്കുകയാണ്. 5 മത്സരങ്ങളാണ് ന്യൂസിലാൻഡിനെതിരെ ടീം ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിനുശേഷം വേൾഡ് കപ്പിന്റെ പൂരത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന പ്രിപ്പറേഷൻ കൂടിയാണിത്. ഈ ഒരു സീരീസും വിജയിച്ചുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള ആദ്യ T20 ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഒരു സാധ്യത 11, ഒരു പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും. ഫസ്റ്റ് ഓഫ് ഓൾ, തിലക് വർമ്മയ്ക്ക് പരിക്കാണ്. ആദ്യ 3 മത്സരങ്ങൾക്ക് തിലക് വർമ്മയ്ക്ക് പകരം ശ്രേയസ് അയ്യറിനെയാണ് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. അതേപോലെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം ലെഗ് സ്പിന്നർ കൂടിയായിട്ടുള്ള രവി ബിഷ്ണോയിയെയും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള നാളത്തെ ആദ്യ T20യിൽ ഇന്ത്യ എങ്ങനെ ഒരു 11 ഇറങ്ങാൻ പോകുന്നത്? ഒരു സാധ്യത 11ലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയോടൊപ്പം മലയാളി താരം സഞ്ജു സാംസൺ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 99% സഞ്ജുവിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി എങ്ങാനും ഇഷാൻ കിഷനെ പരീക്ഷിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. കാരണം ചിലപ്പോഴൊക്കെ വലിയ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യൻ ടീം മുതിരാറുണ്ട്. പക്ഷേ സഞ്ജു സാംസൺ തന്നെ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 3യിൽ അവിടെയാണ് സംശയങ്ങളുള്ളത്. കാരണം തിലക് വർമ്മ കളിക്കുന്ന സ്പോട്ടാണ്. പക്ഷേ തിലകിന് ഇപ്പോൾ പരിക്കായതുകൊണ്ട് ആദ്യ 3 മത്സരങ്ങൾക്ക് ശ്രേയസ് അയ്യറിനെയാണ് പകരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രേയസ് അയ്യർ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുത്തിട്ടുള്ള ഇഷാൻ കിഷന് കൂടി അവസരം നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും ടീം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ടാവും. നമ്പർ 3യിൽ ഇഷാൻ കിഷൻ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്പർ 3യിൽ ഇൻകേസ് ഇഷാൻ കിഷന് അവസരം ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രേയസ് അയ്യർ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. നമ്പർ 3യിൽ ഇഷാൻ കിഷൻ ഓർ ശ്രേയസ് അയ്യർ, ഇഷാന് തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. നമ്പർ 4ൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, പിന്നീട് ഹാർദിക് പാണ്ഡ്യ, പിന്നീട് അക്സർ പട്ടേൽ, പിന്നീട് ശിവൻ ദൂബെ ഓർ റിങ്കു സിംഗ്. ദൂബെയ്ക്ക് തന്നെയായിരിക്കും ഇന്ത്യൻ ടീം മിക്കവാറും അവസരം കൊടുക്കാൻ പോകുന്നത്. പക്ഷേ റിങ്കുവിന് കൂടി അവസരം ലഭിക്കണമെന്ന് നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും ശിവൻ ദൂബെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 8ൽ ഹർഷിത് റാണ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ബാറ്റിംഗിൽ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റിങ്കു സിംഗിനെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഹർഷിത് റാണയ്ക്ക് തന്നെയാണ് കൂടുതലും സാധ്യത. അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ബുംറയും വരുൺ ചക്രവർത്തിയും എന്തായാലും കളിക്കും. ഇനിയിപ്പോൾ അർഷ്ദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് കുൽദീപ് യാദവിന് അവസരം കൊടുക്കുമോ എന്നുള്ളത് ആ ഒരു പിച്ച് കണ്ടീഷനും മറ്റുമൊക്കെ അനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ പൊളിച്ചെടുക്കാൻ ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം.